Hello guys, this is Gogul from Artec. Welcome to my new video vlog. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹ്യൂജ് അൺബോക്സിംഗുമായിട്ടാണ്. റിയൽമി 2 Pro. ഇത് നമുക്ക് റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നത് നമ്മുടെ ചങ്കുപിടി കെവിൻ ഷാജിയാണ്. എന്തായാലും താങ്ക്സ് ടു കെവിൻ ഷാജി. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, നേരെ നമുക്ക് അൺബോക്സിലേക്ക് പോകാം. ഇതാണ് നമ്മൾ ബൈ ചെയ്ത റിയൽമി 2 Pro. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ബൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി ബോക്സിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഫോണിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാമറ, വെയിറ്റ്, ഡയമെൻഷന്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടും 13,000 രൂപയ്ക്ക് ഒരു ബെറ്റർ ഫോൺ തന്നെയാണ് റിയൽമി 2 Pro. ഇപ്പോൾ മികച്ചിരിക്കുന്ന റെഡ്മി നോട്ട് 5 പ്രോയെക്കാട്ടിലും നല്ലൊരു പവർഫുൾ പ്രൊസസ്സറാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 660 SoCയിലാണ് വരുന്നത്. ഇനി നമുക്ക് ബോക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ റിയൽമി എന്ന് എഴുതിയ ഒരു ചെറിയൊരു ബോക്സാണ് കാണാൻ സാധിക്കുക. അതിന് താഴെയായിട്ടാണ് നമ്മുടെ റിയൽമി 2 Pro ഫോൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബോക്സിനുള്ളിൽ സിം ഇജക്ടർ ടൂളും പിന്നെ കേസും ക്വിക്ക് ഗൈഡുമാണ് തന്നിരിക്കുന്നത്. കേസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ ക്വിക്ക് ഗൈഡുകൾ നമ്മൾ പൊതുവെ വായനാശീലം ഉള്ളവരും പിന്നെ ഇംഗ്ലീഷ് അറിയാവുന്നവരും ഒക്കെ ആയതുകൊണ്ട് നമ്മളത് തീരെ വായിക്കാറില്ല. എന്നാലും ഒരു അൺബോക്സിംഗ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഇനി നമുക്കിതങ്ങ് മൂലയ്ക്കോട്ട് മാറ്റി വെക്കാം. കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്യുവർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു TPO കേസാണ്. ഒരു ആവറേജ് ക്വാളിറ്റിയുള്ളൊരു കേസാണ് അവർ തന്നിരിക്കുന്നത്. തൽക്കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഫോണൊന്ന് എടുക്കാം. നമ്മൾ ഫോൺ മേടിച്ചിരിക്കുന്നത് ഓഷ്യൻ ബ്ലൂ കളറിലെയാണ് മേടിച്ചിരിക്കുന്നത്. അതാണ് കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറ്. നല്ലൊരു കളർ തന്നെയാണ്. ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹ്യൂജ് ഡിസ്പ്ലേ ആണ്. 6.3 ഫുൾ HD പ്ലസ് IPS LCD സ്ക്രീനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 19.5:9 ആസ്പെക്ട് റേഷ്യോയിൽ. ഇതൊരു ബിഗ് സ്ക്രീൻ തന്നെയാണ്. ഗെയിമിങ്ങിനും മൂവി കാണാനും ഒക്കെ ഒരു മികച്ച സ്ക്രീൻ തന്നെയാണ്. ബാക്കിലോട്ട് വരുവാണെങ്കിൽ 16 MB പ്ലസ് 2 MB റിയർ ക്യാമറ വിത്ത് LED ഫ്ലാഷ്, പിന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറും. ബാക്ക് മിററും അല്ല മെറ്റലും അല്ല, ഒരു പോളികാർബണേറ്റ് മെറ്റീരിയലാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നു. പിന്നെ ബോഡി സൈഡ് വൈസ് എല്ലാം മെറ്റലാണ്. ലെഫ്റ്റ് സൈഡിൽ വരുവാണെങ്കിൽ വോളിയം റോക്കേഴ്സും സിം സ്ലോട്ടുമാണ് കാണാൻ സാധിക്കുക. പിന്നെ ടോപ്പിലോട്ട് വരികയാണെങ്കിൽ ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും പിന്നെ റൈറ്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ പവർ ഓൺ ഓഫ് ബട്ടണുമാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടം നോക്കുകയാണെങ്കിൽ ഒരു സ്പീക്കറും മൈക്രോ USB ചാർജറും 3.5 mm ഹെഡ്ഫോൺ ജാക്കും ഒരു മൈക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ബൂട്ടപ്പ് ചെയ്യാം. റിയൽമി പ്രൊവൈഡ് ബൈ ആൻഡ്രോയിഡ്. ഓക്കെ, അത് ബൂട്ടപ്പ് ആകുമ്പോഴത്തേന് നമുക്ക് ബോക്സിലുള്ള ബാക്കി കാര്യങ്ങളൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ബോക്സിൽ ലെഫ്റ്റ് ചെയ്യുന്നത് പവർ ബ്രിക്ക് ആൻഡ് USB കേബിളാണ്. അത് ഹെഡ്സെറ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതിപ്പോൾ എല്ലാ ഫോണിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വേറെ ഹെഡ്ഫോൺ മേടിക്കുക. ഓക്കെ, പവർ ബ്രിക്ക് നോക്കുകയാണെങ്കിൽ 5 വാട്ട് ആൻഡ് 2 ആംപിയറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ചാർജറാണ് കാണാൻ സാധിക്കുന്നത്. നോട്ട് എ ഫാസ്റ്റ് ചാർജർ, ഒരു സ്റ്റാൻഡേർഡ് ചാർജറാണ്. പിന്നെ ഇതിൻ്റെ USB കേബിൾ നോക്കുകയാണെങ്കിൽ USB ടൈപ്പ് C അല്ല, സാധാരണ മൈക്രോ USB ടൈപ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഫോൺ ബൂട്ടപ്പ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഫോൺ റൺ ചെയ്യുന്നത് ഔട്ട് ഓഫ് ദി ബോക്സ് 8.1 ഓറിയോയിലാണ്. ഇതിൻ്റെ UI എന്ന് പറയുന്നത് ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ല, ഇതിനൊരു പ്രത്യേക UI ഉണ്ട്. കളർ വോയിസിലാണ് ഇത് റൺ ചെയ്യുന്നത്. നൈസ് ഒരു UI തന്നെയാണ്, കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ നോച്ചാണ്. റെയിൻ ഡ്രോപ്പ് കൂട്ടുള്ളൊരു നോച്ചാണ്. അതിൻ്റെ ഇടയിലൊരു ക്യാമറയും. അതുകൊണ്ട് തന്നെ സ്ക്രീൻ സൈസ് നല്ല ശരിക്കും കിട്ടും. മറ്റ് നോച്ചുകളെ കൂട്ടല്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു നോച്ച് തന്നെയാണ്, അത് ഈ ഒരു റേഞ്ചിൽ തന്നെ. പിന്നെ 8 ഓറിയോയിൽ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കുറേ നേരം നമ്മൾ ആ ഓറിയോയിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു ഗെയിം വരുന്നില്ല. മറ്റ് ആൻഡ്രോയിഡ് വെർഷനിലെല്ലാം ഒരു ഗെയിമൊക്കെ വരുമായിരുന്നു. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 3530 mAh ബാറ്ററിയാണ്.
പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് ഫേസ് അൺലോക്ക് ആൻഡ് ഫിംഗർ പ്രിൻറ്റ് ഓപ്ഷൻസ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. 13,000 രൂപയ്ക്കൊരു മികച്ച ഫോൺ തന്നെയാണ് റിയൽമി 2 Pro. 13,000 രൂപയ്ക്ക് ഫോൺ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഗുഡ് ബൈ.